Good evening, students. In this class, we will be discussing about the benefits of investing in bonds. That means, while investing in bonds, the investor gets certain benefits from them. The benefits are income predictability, safety, diversification, and choice. First one, income predictability. The high quality bonds can provide predictable income with minimum risk. If an investor investing in a highly credit rating companies, his income is his periodic return is always assured. Okay, he will be getting his periodic return and also principal amount at the time of maturity. So these bonds not only provides the income but also provides minimum risk of money invested. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹൈ ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മുടെ പീരിയോഡിക് ആയിട്ട് കിട്ടുന്ന ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പീരിയോഡിക് റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ സേഫ്റ്റി ആണ്. ദാറ്റ് ഈസ് the bonds provide not only regular income but also safety to the investment depending on the quality of bonds. അതായത് ബോൺസ് നമുക്ക് റെഗുലർ ഇൻകം മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടാതെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ റെഗുലർ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫണ്ടിൻ്റെ സേഫ്റ്റിയും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും ഒരു ഇൻവെസ്റ്ററിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സേഫ്റ്റി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മാത്രമല്ല, പ്രിൻസിപ്പൽ എമൗണ്ടും രണ്ടിൻ്റെയും സേഫ്റ്റി ബോണ്ടിൽ എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. Next one, diversification. Diversification means keeping a mix of different securities in investors' portfolio. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സെക്യൂരിറ്റി, എ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ആഡ് ഓൺ ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആഡിങ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ലൈക്ക് ബോൺസ് ടു ആൻ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഹെൽപ്സ് ടു അച്ചീവ് ഗ്രേറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ. ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ബോൺസും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതെന്ന് പറയുന്ന ഒരു ഹൈലി ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും. അങ്ങനെ നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പോർട്ട്ഫോളിയോസ് ഹെൽപ്സ് ടു അച്ചീവ് ഗ്രേറ്റർ ഇൻകം ടു. ഓക്കെ, ഇഫ് വൺ ക്ലാസ് ഓഫ് സെക്യൂരിറ്റി ഡിക്ലൈൻസ് ഇൻ ദ വാല്യൂ, നമ്മൾ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സെക്യൂരിറ്റിയുടെ വാല്യൂ കുറഞ്ഞാലും ബാക്കി സെക്യൂരിറ്റീസിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ചോയ്സ്. ചോയ്സ് മീൻസ് എ വൈഡ് റേഞ്ച് ഓഫ് ബോണ്ട് ഇഷ്യൂ, a wide category of bonds are available in the market. അതായത് ഒരു മാർക്കറ്റിൽ ചെന്നാൽ ഒരു ഇൻവെസ്റ്ററിന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബോൺസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ തന്നെ അവർ വെറൈറ്റി ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് കൂപ്പൺ റേറ്റ്സിൽ, ഡിഫറെൻറ്റ് മെച്യൂരിറ്റി റേറ്റ്സിലൊക്കെ ബോൺസ് അവൈലബിൾ ആണ്. ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യാം, അയാൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ബോണ്ട് ചൂസ് ചെയ്യാം. This allows them to find the bonds with income that match with their income needs while complementing other portfolio holding. ഒരു ഇൻവെസ്റ്ററിന് അയാളുടെ ഇൻകം എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ ബോൺസ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. Bond means the long-term debt securities which issued by Government of India or any other state government or undertakings owned by them by development financial institutions are called as bonds. ഒന്നുമില്ല, long-term debt securities which are published by government or public sector organization is known as bond, while the instruments issued by the private companies or private corporates are called debentures. Okay, the difference between these two is actually the function where they register and pay stamp duties and how they trade.